ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ വലിയൊരു മാറ്റം തന്നെ ശിവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. തൻ്റെ സഹോദര ചന്ദ്രയുടെയും പ്രകാശിൻ്റെയും വിവാഹം നടത്താനായി ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി സഹായത്തിന് കമലിനെ അവിടേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോഴാണ് രാഘവൻ നായരെ ഹോസ്പിറ്റലിലേക്ക് ശിവൻ കൊണ്ടുപോകുന്നത്. രാഘവൻ നായർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി രാഘവൻ നായരെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ ശിവൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞ് അവിടുന്ന് ശിവൻ അവിടേക്ക് കൊണ്ട് ശിവനെ അന്വേഷിച്ച് രാഘവൻ നായർ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു. മകനെ അന്വേഷിച്ച് ഉള്ള കടയെല്ലാം കയറി ഇറങ്ങുന്ന രാഘവൻ നായർ ഒടുവിൽ തളർന്നവശനായി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം. അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഇറങ്ങി പോകാൻ തുടങ്ങുന്ന രാഘവൻ നായരെ ഹോട്ടലുടമ അവിടെ പിടിച്ചിരുത്തുന്നു. ഭക്ഷണത്തിന്റെ പണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്നും എന്റെ മോൻ വിഷ്ണു കൊണ്ടുവന്ന് തരുമെന്നുമായിരുന്നു രാഘവൻ നായരുടെ മറുപടി. അത് കേട്ടതോടെ അയാൾ ആകെ ദേഷ്യത്തിലാവുകയും ഉടനെ രാഘവൻ നായരെ പിടിച്ചവിടെ ഇരുത്തി മര്യാദയ്ക്ക് ഇവിടുത്തെ ടേബിളെല്ലാം തൂത്തു തുടച്ചിട്ട് താൻ പോയാൽ മതിയെന്ന് പറയുമ്പോൾ രാഘവൻ നായർ തന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് ദേഷ്യത്തോടെ അറിയിച്ചു. അപ്പോഴേക്കും അയാൾ ബലമായി തന്റെ ജോലിക്കാരെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് രാഘവൻ നായരെ അവിടെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് ആ ടേബിളിലേക്ക് രാഘവൻ നായരെ മുഖം ചേർത്ത് പിടിച്ച് മര്യാദയ്ക്ക് പറയുന്ന ജോലി ചെയ്യടോ, മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാമെന്നാണ് താൻ കരുതിയതെന്ന് ചോദിച്ച് രാഘവൻ നായരുടെ നേരെ കയർത്ത് സംസാരിക്കുന്നു. ഒടുവിൽ രാഘവൻ നായർ വേദനയോടെ എടാ മോനെ വിഷ്ണു എന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിക്കുമ്പോൾ രാഘവൻ നായരെ കാണാതെ പോയതിന്റെ നിരാശയിൽ സാറിനെ അന്വേഷിച്ചിറങ്ങിയ പിള്ളച്ചേട്ടൻ അതുവഴി എത്തിയത്. വിഷ്ണുവെ എന്നുള്ള രാഘവൻ നായരുടെ വിളി കേട്ട് അവിടേക്ക് ഓടിയെത്തിയ പിള്ളച്ചേട്ടൻ അവിടുത്തെ ഹോട്ടലുടമയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. രാഘവൻ നായരുടെ മാനസിക പ്രശ്നത്തെക്കുറിച്ചും മകനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കയെക്കുറിച്ചും ഒക്കെ അറിയിക്കുമ്പോൾ ഒടുവിൽ ഹോട്ടലുടമയ്ക്ക് കാര്യം മനസ്സിലായെങ്കിലും തന്റെ പണം തനിക്ക് വേണമെന്നതായിരുന്നു അയാളുടെ പിടിവാശി. ഒടുവിൽ അയാളുടെ പണം തിരിച്ചു നൽകുകയും ഭക്ഷണം കഴിച്ചതിനുള്ള പണം അയാളെ ഏൽപ്പിച്ചിട്ട് രാഘവൻ നായരെ ഭദ്രമായി അവിടുന്ന് പിള്ള കൂട്ടിക്കൊണ്ടുവരുന്നു. ശിവനോട് അപ്പോഴും രാഘവൻ നായരുടെ ചോദ്യം പിള്ളയുടെ നേരെ ഉണ്ടായത് എന്റെ മോൻ വിഷ്ണു എവിടെ എന്നതായിരുന്നു. വിഷ്ണു കുഞ്ഞ് ഉടനെ എത്തുമെന്നും വിഷ്ണു കുഞ്ഞ് അത്യാവശ്യമായി പുറത്തേക്ക് പോയ സമയത്തല്ലേ സാർ ഈ പണി കാണിച്ചതെന്നും വിഷ്ണു കുഞ്ഞ് വല്ലാതെ വേദനിക്കുന്നില്ലേ പേടിക്കുന്നില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ പിള്ളച്ചേട്ടൻ രാഘവൻ നായരോട് വഴക്ക് പറയുന്നു. ഒടുവിൽ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി സത്യാമ്മയ്ക്ക് അരികിലേക്ക് പിള്ളച്ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിനിടയിലാണ് ചന്ദ്രയെയും പ്രകാശിനെയും CI റസാക്ക് തന്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അവിടേക്ക് എത്തിയതിനു ശേഷം ഉടൻ തന്നെ റസാക്ക് ഈ വിവരം മാണിക്കോത്ത് മഹേന്ദ്രനെ വിളിച്ച് അറിയിക്കണം. മഹേന്ദ്രൻ താൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് എത്താമെന്ന് ഉറപ്പ് നൽകുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി അവിടെ നിൽക്കുകയായിരുന്നു ശിവൻ. ഒടുവിൽ സ്റ്റേഷനിലേക്ക് കയറി വന്ന മഹേന്ദ്രനോട് റസാക്ക് പറഞ്ഞു, നിങ്ങളുടെ മകൾ ചന്ദ്ര സ്നേഹിക്കുന്ന പ്രകാശൻ എന്ന ചെറുപ്പക്കാരനെയും ഞങ്ങൾക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവരിപ്പോൾ സ്റ്റേഷനിലുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. എന്താണ് ഇനി നിങ്ങളുടെ തീരുമാനം? ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം അവർക്ക് നടത്തി കൊടുക്കുന്നതിൽ നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല എന്നത് അറിയിക്കുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, ഇതിനൊക്കെ ഒപ്പം നിന്നത് മഹേന്ദ്രൻ സാറിന്റെ മകനായ ഈ ശിവൻ തന്നെയായിരുന്നെന്നും ശിവനായിരുന്നു ഇവരെ സംരക്ഷിച്ചിരുന്നെന്നുള്ള കാര്യം കൂടി അറിയിച്ചപ്പോൾ മഹേന്ദ്രന് ശിവനോടുള്ള പക ഇരട്ടിയാവുന്നു. മഹേന്ദ്രൻ പറഞ്ഞു, സാറേ ഇത്രത്തോളമൊക്കെ എത്തിയ സ്ഥിതിക്ക് എൻ്റെ മക്കൾ തന്നെ ഈ അച്ഛനു വേണ്ടി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയല്ലോ. അതുകൊണ്ട് എനിക്കിനിയിപ്പോ വേറൊന്നും മറത്ത് ചിന്തിക്കാനില്ല. എൻ്റെ മകളുടെ ഇഷ്ടം അതെന്താണോ അത് തന്നെ നടത്തിക്കോട്ടെ എന്ന് മഹേന്ദ്രൻ അറിയിക്കുമ്പോൾ ശിവന്റെ സാന്നിധ്യത്തിൽ തന്നെ മഹേന്ദ്രൻ പ്രകാശിന്റെയും ചന്ദ്രയുടെയും വിവാഹം നടക്കട്ടെ എന്ന തീരുമാനം അറിയിച്ചു. തന്റെ മകന്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നും അതുകൊണ്ട് എൻ്റെ മകളെ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമം നടത്തിയതിന് കൂട്ടാളിയായ ശിവന് നേരെയാണ് ഇനി ആക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയിക്കുമ്പോൾ തന്റെ ഏട്ടനോട് നേരെ ഒന്നിനും ഒരു പരാതിയും ഇല്ല എന്നും ഏട്ടനെ ഒന്നും ചെയ്യരുതെന്നുമായിരുന്നു ചന്ദ്രയുടെ അപ്പോഴത്തെ CIയുടെ നേരെയുള്ള ആവശ്യം. ഉടനെ റസാക്ക് പറഞ്ഞു, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത്. അച്ഛനും മക്കൾക്കും ഇടയിലുള്ള പ്രശ്നം നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തോളൂ. എന്നാൽ ഇവിടെ ഇപ്പോൾ പ്രകാശിന്റെയും ചന്ദ്രയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോലീസിന് സാധിക്കുമെന്ന് അറിയിച്ച് അങ്ങനെ അവരുടെ വിവാഹം അവിടെ വെച്ച് നടത്താൻ തന്നെ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഇതിനെല്ലാം സാക്ഷിയായി നിന്ന ശിവൻ തന്റെ അച്ഛന്റെ പിടിവാശി മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് മഹേന്ദ്രനോട് അറിയിക്കുമ്പോൾ നിന്നോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും നീയും ആ കളക്ടറും ചേർന്നാൽ ഇതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത്, ഇതിനുള്ള തിരിച്ചടി നിനക്കൊക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം ശിവൻ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയപ്പോൾ അവിടെ രാഘവൻ നായരെയും പിള്ളച്ചേട്ടനെയും കാണാനില്ല. ആകെ ടെൻഷൻ അടിച്ച് ശിവൻ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ഒരു അറിയാറായതോടെ ഒടുവിൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇതിനിടയിൽ ശാലിനി തിരിച്ച് അവിടേക്ക് എത്തുകയും പലയിടത്തും
രാഘവൻ നായരെ അന്വേഷിച്ച് പിള്ളച്ചേട്ടൻ നടക്കേണ്ടി വന്നതും ശിവൻ ഉത്തരവാദിത്തമില്ലായ്മ കാട്ടിയതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് സത്യാമ്മ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. എങ്ങനെയും ശിവനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന ലക്ഷ്യത്തിൽ വന്ന ശാലിനി ഇത് തനിക്ക് കിട്ടിയൊരു അവസരമാണെന്നും ഇനി ശിവന്റെ സഹായം തന്റെ വീട്ടിന് വേണ്ട എന്ന ഉറച്ച നിലപാട് നിൽക്കുമ്പോൾ സത്യാമ്മയുടെ മനസ്സിൽ ശിവനെതിരെയുള്ള ദേഷ്യം അത് ഇരട്ടിയാക്കാനായി ശാലിനി ശ്രമിച്ചു. ഇനി ഇവനെ ഇവിടെ ആവശ്യമില്ല എന്നും ഇയാളുമായിട്ടുള്ള നമ്മുടെ ഇടപാട് അയാളുടെ വീട്ടുകാർക്കും താല്പര്യമില്ല എന്നും അതുകൊണ്ട് തന്നെ അനാവശ്യമായ പ്രശ്നങ്ങളും ആരോപണങ്ങളിലുമാണ് നമ്മൾ ചെന്ന് ചാടുന്നതുമെന്നും അതുകൊണ്ട് സത്യാമ്മ ശിവനെ ഇവിടെ നിർത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അറിയിച്ചപ്പോൾ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സത്യഭാമ തീരുമാനിച്ചു. ഇത്രയും ദിവസം താൻ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നത് രാഘവൻ നായരോടുള്ള അവന്റെ സമീപനവും സ്നേഹവും കൂടുതലും കൊണ്ട് മാത്രമായിരുന്നു. രാഘവൻ നായരും വിഷ്ണുവാണെന്ന് പറഞ്ഞാലേ അവനെ സ്നേഹിച്ചിരുന്നത്. എന്നാൽ ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ച് ഇന്ന് രാഘവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നാലോചിച്ച് സത്യഭാമ ശിവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ ശിവൻ വൈകിട്ട് കളക്ഷനെല്ലാം കഴിഞ്ഞ് അവിടേക്ക് മടങ്ങിയെത്തുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ശിവനോട് സത്യാമ്മ അന്വേഷിച്ചു. ശിവൻ രാഘവൻ നായരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇത്രയും നേരമായിട്ടും രാഘവേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന ആശങ്കയോടെയായിരുന്നു അവിടേക്ക് ശിവൻ ഓടിയെത്തിയത്. സത്യാമ്മേ, ഇവിടെ പിള്ളച്ചേട്ടനും അച്ഛനും എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ വീട്ടിലേക്ക് വന്നോ എന്ന ആശങ്കയോടുള്ള ശിവന്റെ ചോദ്യം കേട്ട് കലിതുള്ളി നിൽക്കുകയാണ് ശാലിനിയും സത്യാമ്മയും. ഉടനെ അരികിലേക്ക് എത്തിയ ശിവനോട് സത്യാമ്മ പറഞ്ഞു, ശിവ, ഇനി ശിവന്റെ സേവനം ഇവിടെ ആവശ്യമില്ല, ശിവന് പോകാം. ഇന്ന് ശിവൻ കാണിച്ച ഉത്തരവാദിത്തമില്ലായ്മ അതൊന്നു മാത്രം എന്തെല്ലാം അപകടങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചതെന്നറിയാവോ? ഇനി എൻ്റെ കുടുംബത്തിന്റെ ജീവൻ വെച്ച് ഇനി നിന്റെ നേരെ നിന്ന് സംസാരിക്കാനോ അങ്ങനെ ഒരു ചൂത് കളിക്കോ ഇനി ഞാൻ തയ്യാറല്ല. എൻ്റെ കുടുംബത്തിന്റെ ജീവനാണ് എനിക്ക് പ്രധാനം. അവരുടെ ജീവൻ ഒരു രീതിയിലും ഒരാപത്തും ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് എൻ്റെ രാഘവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, എൻ്റെ വിഷ്ണു ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് സത്യാമ്മ ദേഷ്യപ്പെടുമ്പോൾ വേദനയോടെ തൻ്റെ കയ്യിലിരുന്ന ആ ജീപ്പിന്റെ കീ സത്യാമ്മയെ ഏൽപ്പിച്ച് അവിടെ നിന്ന് വേദനയോടെ പടിയിറങ്ങുകയാണ് ശിവൻ. ശിവൻ പോയി കഴിയുമ്പോഴേക്കും ശാലിനി വളരെ സന്തോഷവതിയാവുന്നു. ഇതിനിടയിൽ ശാലിനിയുടെ തീരുമാനം ആ പ്രോജക്റ്റിന് അനുകൂലമായിട്ട് ഒരിക്കലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയില്ല എന്ന് ശാലിനി മുന്നറിയിപ്പ് നൽകിയതിന്റെ ആ ഒരു അമർഷം ആന്റണി യോഹന്നാന്റെ മുന്നിൽ വന്ന് വെളിപ്പെടുത്തണം. ഇനിയും അവള് തന്റെ കൈകൊണ്ട് തന്നെ തകരേണ്ടി വരുമെന്നും അവളുടെ ജീവിതം അവസാനിക്കുന്നത് തന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്നും ആന്റണി യോഹനാനെ അറിയിക്കുമ്പോൾ ഇത് കേട്ടുന്ന യോഹനാൻ പറഞ്ഞു, എടാ മോനെ, ഇനി നമ്മൾ കളിക്കേണ്ടത് അവളോട് നേരിട്ടല്ല, അവളുടെ ശത്രുവിനെ നമ്മുടെ വലയിലാക്കി അവരെ നിർത്തിയാണ് നമ്മൾ ഇനി കളിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ശാലിനിയെ തകർക്കാൻ ഒരു പെണ്ണ് തന്നെയാണ് വേണ്ടത്. ശാലിനിയുടെ ആജന്മ ശത്രുവായ ഒരുവളുണ്ട്, അവളെ നമുക്കിവിടേക്ക് കൊണ്ടുവരണം. അവളുടെ മനസ്സിൽ ശാലിനിയോടുള്ള പക വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അവളിലൂടെ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് യോഹനാൻ അറിയിച്ചതും അങ്ങനെ ഒരു ശത്രു ആരാണ് എന്ന് യോഹനാനോട് ആന്റണി അന്വേഷിച്ചു. അതെ, അങ്ങനെ ഒരു ശത്രു ഉണ്ട്. കളക്ടറുടെ ആജന്മ ശത്രുവായി മാറിയിരിക്കുന്ന സുസ്മിത. അവൾ കുറച്ചു കാലമായിട്ട് സന്യാസ ജീവിതമോ മറ്റോ നയിക്കുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അവളെപ്പോലെ ഒരുവൾക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കാനുള്ള മനസ്സ് ഒരിക്കലും ഉണ്ടാവില്ല. അത് വെറും ഒരു മൂടുപടം മാത്രമാണ്. അവളെ സംബന്ധിച്ച് നിലനിന്ന് പോകുന്നതിന് വേണ്ടിയുള്ള വെറും ഒരു ഉപാധി. എന്നാൽ അവൾ ശാലിനിയോടുള്ള അവളുടെ പകയും വെറുപ്പും അവളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തി അവളെ ശാലിനിക്കെതിരെ സജ്ജയാക്കുക, അതാണ് ഇനി ചെയ്യേണ്ടത്. ശാലിനിയോട് ഏറ്റുമുട്ടാൻ ശക്തിയും പ്രാപ്തിയും ഉള്ളവൾ അവൾ തന്നെയാണ്. അവൾക്ക് മാത്രമേ ശാലിനിയെ തോൽപ്പിക്കാനുമാവൂ എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിതയെ ആ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ വളരെ പ്രിയപ്പെട്ടവളായി മാറിക്കൊണ്ടിരുന്ന, വളരെ സ്നേഹനിധിയായി സ്വഭാവം മാറ്റിയെടുത്ത സുസ്മിതയെ പഴയ ആ ക്രൂരഭാവമുള്ള ആ സുസ്മിതയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമായിരുന്നു നിരന്തരമായി ആ സ്ത്രീജനങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ അതിനെല്ലാം ഫലം കണ്ടുകൊണ്ട് തൻ്റെ മനസ്സിലെ മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കി ഒടുവിൽ താൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന ആ ചിന്താഗതിയിൽ അവിടേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നു. ഒടുവിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി അകത്തേക്ക് കയറാൻ തന്നെ അവർ തീരുമാനിച്ചു. എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ സന്തോഷത്തോടെ അവിടെയെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരുന്ന ശാലിനിയുടെയും സുസ്മിതയുടെയും ആ പകയുമൊക്കെ അറിയാവുന്ന യോഹനാൻ എത്രയും പെട്ടെന്ന് സുസ്മിത തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയായിരുന്നു ആന്റണിയെ അറിയിച്ചത്. അതിനുവേണ്ടി വേണ്ട നീക്കങ്ങൾ നടത്തണമെന്ന് അറിയിക്കുമ്പോൾ ജഗദീപ് ഈ സമയത്ത് സുസ്മിതയുടെ ശിഷ്യനായി ആ ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു.
അപ്പോഴാണ് ശാലിനിക്ക് ഒറ്റ എതിരാളിയായ സുസ്മിത രംഗത്ത് വരണമെന്ന ഉദ്ദേശത്തോടു കൂടി യോഹനാനും ഡേവിസും കൂടി നേരെ സുസ്മിതയ്ക്ക് അരികിലേക്ക് എത്തിയത്. ശാലിനി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശം മുഴുവൻ സ്വന്തമാക്കേണ്ടിയിരുന്നവൾ ആരായിരുന്നുവെന്നും അവളിൽ നിന്ന് എല്ലാം തന്ത്രപൂർവ്വം നേടിയെടുത്തതല്ലേ എന്നും അതുകൊണ്ട് തന്നെ അവനോടുള്ള സ്നേഹവും വിശ്വാസ്യതയുമൊക്കെ അധികം വെച്ച് പുലർത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന രീതിയിലുള്ള ചിന്തകളും അത്തരം ഉപദേശങ്ങളും എല്ലാം എത്തുന്നതോടെ എല്ലാത്തിനും നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും തയ്യാറായി. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണെന്നുള്ള രീതിയിൽ ഇനിയും ഇതിനെല്ലാത്തിനും എന്താണ് ഒരു ഉപായം താൻ കണ്ടെത്തുക എന്ന് തലപുകഞ്ഞാലോചിച്ച് ആകെ വേദനയോടെ ശാലിനി നിന്നു.